ഗായ്സ്, ഇന്ന് ഞങ്ങളെ ക്ലാസ്സിൻ്റെ നോമ്പ് തുറയാണ് കേട്ടോ. ഇവിടെ റെയിൽവേ കോളനിയിൽ നമ്മളൊരു ടെർഫ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നോമ്പ് തുറ. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് റെയിൽവേ കോളനിക്ക് പോയത്. ഏകദേശം ഒരു 5:45 ആയിട്ടോ ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തി ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഇഫ്താറിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് നടത്തുന്ന പരിപാടിയാണ്. കാരണം വേറൊന്നുമല്ല, 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇവിടെ ഒഫീഷ്യലി അവസാനിക്കും. അതുകൊണ്ട് തന്നെ മിക്കവരും ഈ ഇഫ്താറിന് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ 4 വർഷം ഇവിടെ പഠിച്ചിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഇഫ്താർ കൂടുന്നത്. ആദ്യമായിട്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും ഇതിനുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ബാങ്ക് കൊടുത്ത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് നോമ്പ് തുറന്നത്. പക്ഷെ നമ്മൾ നോമ്പുള്ളവർ ആകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ സെമ്മൻറ്റിങ് ആയതുകൊണ്ട് തന്നെ കോളേജിലെ ചില സ്പോർട്സുകളും അതേപോലെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. പലരും അതിൻ്റെ കോർഡിനേറ്റേഴ്സും അതിലുള്ളതൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ഒരുക്കി വെച്ചപ്പോഴേക്ക് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. നീയാണ് ഇതിന്റെ കോർഡിനേറ്റർ. ഇപ്പൊ സമയം 7:05. എത്ര മണിക്ക് കോർഡിനേറ്റർ ഹോസ്റ്റലിലേക്കാണ്. കോർഡിനേറ്റർ ഇന്ന് സാമ്പാർ ഫൈനലുള്ള കാരണം കോർഡിനേറ്റർ ഇന്ന് അതിന്റെ ഒരു തിരക്കിലായി പോയി. ഇപ്പൊ വരും. അങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഇരുന്നു കേട്ടോ. എന്നാലും 1-2 പേര് വരാനുണ്ടായിരുന്നു. കാരണം അവർ കോളേജിൽ സ്പോർട്സിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഉള്ളവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്കുള്ള ഫുഡ് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്, എല്ലാവരും വരാറുണ്ട്. പക്ഷെ ആരും തമ്മിൽ അങ്ങനെ പരസ്പര ബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം വേറൊന്നും അല്ല കേട്ടോ. പ്രൊജക്ടിന്റെ ഒക്കെ തിരക്കിലായിട്ട് ഓരോരുത്തരും അവരുടേതായ പണികളിലായിരിക്കും. ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു ടൈമും അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് കേട്ടോ. അത് മാത്രമല്ല, ക്ലാസ് കഴിയാൻ ഇനി ആകെ കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. ആ ഒരു ഫീല് എല്ലാവരുടെയും മൈൻഡിലുണ്ട്. അത് ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. എല്ലാ ടൈമിലും ഈ ഒരു ഫീൽ ഇല്ലെങ്കിലും ചില സമയത്ത് അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇനി ഓരോരുത്തരും ഓരോ വഴിക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഇനി കാണുമെന്ന് പോലും അറിയില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചില സമയത്ത് വല്ലാത്ത സങ്കടം തോന്നും കേട്ടോ. പിന്നെ ഇതെല്ലാം ലൈഫിന്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്തായാലും ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. ഈ കോളേജും ഹോസ്റ്റലും എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നല്ല മെമ്മറീസ് തന്നെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലല്ലോ. പഠിക്കുന്ന സമയത്ത് എല്ലാവരും അവരുടെ കോളേജിനെ കുറ്റം പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആലോചിക്കുമ്പം ഒരുപാട് നല്ല മെമ്മറീസ് ഈ കോളേജ് നമുക്ക് തന്നിട്ടുണ്ടാവും. നോമ്പൊക്കെ തുറന്ന് എല്ലാവരും ഓരോ സൈഡിലായി. പിന്നെ വട്ടത്തിലിരുന്ന് ഓരോരുത്തർ കഥ പറയുന്നുണ്ട്. കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടുത്തെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. അതെ, സലീലിന്റെ വക ഒരു ഡാൻസ് ഉണ്ട്. ആദ്യം പാട്ട്. സലീലിന്റെ വക ഒരു സംഘഗാനം ഉണ്ട്. ശ്രീകൃഷ്ണയുടെ വക പാട്ട് പാടി ഡാൻസ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബിരിയാണി വിളമ്പാൻ തുടങ്ങും. അങ്ങനെ ഹരി പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ഇവിടെ വിളമ്പാൻ തുടങ്ങി. നോമ്പൊക്കെ തുറന്നിട്ട് കുറച്ചധികം സമയം ആയതുകൊണ്ട് തന്നെ പലർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബിരിയാണി വിളമ്പി ഉടനെ തന്നെ ചിക്കൻ പീസിന്റെ എണ്ണം നോക്കി പലരും സീറ്റ് പിടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് കുറേ പേര് അവിടുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് വീണ്ടും ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ലോകത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞത് കാരണം ഞാൻ കുറച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും കലാപരിപാടികൾ അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പലതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മിസ് ചെയ്യല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടം തോന്നിട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരാണ് നമുക്ക് ഫുഡ് എല്ലാം വിളമ്പിയെല്ലാം സെറ്റാക്കി തന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. നോമ്പര കഴിഞ്ഞു. ഇതിന്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിക്കാൻ അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടിപൊളിയായിരുന്നു. എന്റെ എക്സ്പീരിയൻസിൽ സംഘാടകർ എന്ന നിലക്ക് കുറച്ച് ലാഗ് ഉണ്ട്. അത് ശരിയല്ല, നല്ല ലാഗ് ഉണ്ടായിരുന്നു. 6:45 യൂട്ടിലൈസ് ചെയ്യായിരുന്നു. 6:45 ബാങ്ക് കൊടുത്തിട്ട് 7:30 ഇവിടെ ഫുഡൊക്കെ സെറ്റ് ആയത്. നമ്മള് എല്ലാവരും വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന് പിന്നെ ഒരു 7:30 ആയപ്പോഴാണ് ഒഫീഷ്യലായിട്ട് നോമ്പ് തുറന്നത്.
ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫുഡായിരുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ബിരിയാണി ആയിരുന്നു മെയിൻ കോഴ്സ് ബിരിയാണി ആയിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു കൂടെ. പിന്നെ കുറെ തക്കാളി, ചിക്കൻ കുറവായിരുന്നു, തക്കാളി ആയിരുന്നു ഏറ്റവും കൂടുതൽ ബിരിയാണി. പക്ഷെ സൂപ്പർ ബിരിയാണി. പക്ഷെ ബിരിയാണി സൂപ്പർ. പപ്പടം ഉണ്ടായിരുന്നു guys. പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ ചോറ് ഞാൻ ഡെല്ലിന്റെ ഇതിലേക്ക് തട്ടി ഗൈസ്. എന്നിട്ട് അത് മൊത്തം ഞാൻ കഴിച്ചു. ഗൈസ് നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ 3 വർഷത്തിൽ ഞാൻ വന്ന 3 വർഷത്തിൽ ആദ്യമായിട്ടാണ്. അല്ല ഞങ്ങള് വന്നിട്ടും ആദ്യമായിട്ട് തന്നെയാ. അപ്പൊ കൊള്ളാം, നമ്മുടെ ഒരു സെൻഡ് ഓഫ് പോലെ. അതെ, കാർത്തികേയൻ എന്താ അഭിപ്രായം? ഞങ്ങൾ കുറച്ച് സംസാരിക്കാറുണ്ട്. അതെ, റസാഖ് പറയൂ, റിവ്യൂ പറയൂ. നോമ്പ് എല്ലാത്തിന്റെ മൊത്തത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ തണ്ണിമത്തനോ? തണ്ണിമത്തം കൊണ്ടുള്ള പാനീയം അതാണോ അതോ ഞങ്ങൾ ചെയ്ത ഇലക്ട്രിക്കൽ വർക്കാണോ? നിങ്ങൾ ചെയ്ത എല്ലാ വർക്കും എങ്ങനെയുണ്ടായിരുന്നു? ബാക്കിയുള്ളവരെ എന്ത് പറഞ്ഞു അതിനെ കുറിച്ച്? റസാഖ് പറഞ്ഞു, റസാഖിന്റെ റിവ്യൂ എടുത്ത് കട്ട് ചെയ്ത് ആ പരിപാടിയെ കുറിച്ച്. ക്യാമറമാൻ്റെ അടുത്ത് തന്നെ ഋഷിയാണ് ക്യാമറമാൻ എപ്പോഴും. നോമ്പറ എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പറ അടിപൊളിയായിരുന്നു, മൊത്തത്തില് കളറായി. ഇപ്പം എല്ലാം വൈൻഡപ്പാണ്. നോമ്പറ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പരിപാടി, കൊള്ളാം. നോമ്പറ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞോ പറയാൻ പറ്റിയ സിറ്റുവേഷൻ ഞാൻ പറയാം. പറഞ്ഞോ. വളരെ നന്നായിരുന്നു എല്ലാം കൊണ്ടും. മെയിൻ കോർഡിനേറ്റേഴ്സായ സുഹൈൽ, ഋഷി, സലീൽ ഇവരെ പ്രത്യേകം കാണേണ്ടതാണ്. കാരണം ഇവർ ഒന്നും ആസ്വദിക്കാതെ ഫുള്ള് പണിയെടുത്ത് റെഡിയാക്കി ചെയ്തു. ഓരോ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഫോർ ദെയർ റെസ്പോൺസിബിലിറ്റി. ഗൈസ് ഇവിടെ എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ 5ഉം 6ഉം ചിക്കൻ പീസൊക്കെ കഴിച്ച ആൾക്കാരാ. അതുകൊണ്ട് ഇവരെന്തായാലും പണിയെടുക്കണം. കാർത്തികോന്നും ഒക്കെ എത്ര പീസ കഴിച്ചേ? അതുകൊണ്ട് പണി കാർത്തിക കൂടുതലെടുക്കും. നമ്മുടെ നോമ്പ് തുറ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ബാക്കി നിന്ന പണികളൊക്കെ പെട്ടെന്ന് തീർത്തു. ഇവരൊക്കെ കോർഡിനേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പണികൾ ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് ഫ്രീ ആയത്. ആ ഫ്രീ ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു കുറവ് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കംപ്ലീറ്റ് ആയി. തല്ലി തീർക്ക്. ഒരാളെ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അടുത്താക്കും ഹരം കയറി കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇത് പാളുന്നുള്ളത്. അത് അതുപോലെ തന്നെ ശരിയായിട്ടോ. ഇങ്ങനെ ഓരോ തമാശകളായി കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. ഇനിയും ഇവിടെ ഇരുന്ന് അവര് നമ്മളെ ഇറക്കി വിടും കേട്ടോ. അതിനു മുന്നേ നമുക്ക് പോവാം.